നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കോടതി വിധിയാണെങ്കിൽ പോലും മനുഷ്യനെ തൂക്കിക്കൊല്ലുന്നത് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. എങ്കിലും ചില കൊടും കുറ്റവാളികൾക്ക് ബഹുമാന്യ കോടതി തൂക്കുകയർ വിധിക്കുമ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിക്കും. അത് ഒരാളെ തൂക്കിക്കൊല്ലുന്നതിലുള്ള ആനന്ദമല്ല, മറിച്ച് ആ കൊലപാതകയുടെ ക്രൂരതയാൽ മരണപ്പെട്ടു പോയ പാവം അനുഭവിച്ച അതിവേദന, ജീവന് വേണ്ടിയുള്ള അവസാന പിടച്ചിൽ, അതൊക്കെ ഓർക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സങ്ങ് സന്തോഷിച്ചു പോകുന്നതാണ്. പെരുമ്പാവൂരിലെ ജിഷ എന്ന നിയമ വിദ്യാർത്ഥിയെ അതിക്രൂരമായി കൊന്ന അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ അതിൽപ്പെടുന്നതാണ്. ഒരു പാവം LLB വിദ്യാർത്ഥിനിയെ എത്ര ക്രൂരമായാണ് പീഡിപ്പിച്ച് കൊന്നത്. അതോർക്കുമ്പോൾ ഈ പിശാചിനെ എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റുവാൻ മനസ്സാക്ഷിയുള്ളവർ ആശിച്ചു പോകും. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ആസാം സ്വദേശിയായ അമീറുൽ ഇസ്ലാം ജിഷയെ കൊലപ്പെടുത്തിയത്. രക്തമുറഞ്ഞു പോകുന്ന അരും കൊല എന്നാണ് കോടതി പോലും അഭിപ്രായപ്പെട്ടത്. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ പുറമ്പോക്കിലെ അടച്ചുറപ്പില്ലാത്ത വീട്ടിനുള്ളിൽ വെച്ചാണ് ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുന്നത്. ആ ചെറുപുരയിൽ ജിഷ എന്ന പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ അമീറുൽ ഈ വീടിനുള്ളിൽ കയറി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. ജിഷ ഈ ശ്രമത്തെ അതിശക്തമായി എതിർത്തു. അപ്പോഴേക്കും ഇയാൾ പ്രതികാരദാഹിയായ ഒരു ചെകുത്താനായി മാറിക്കഴിഞ്ഞു. ജിഷയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം കത്തികൊണ്ട് അനേകം മുറിവുകൾ ഉണ്ടാക്കി. മാനം രക്ഷിക്കുവാൻ ജീവന് വേണ്ടി പിടയുന്ന ഈ സാധു പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ പുറത്തേക്കിടുന്ന കൊടും ക്രൂരത, സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകം. ആസാം സോലപ്പത്തൂർ നിവാസിയാണ് അമീറുൽ ഇസ്ലാം. ജീവിക്കുവാൻ വേണ്ടി അധ്വാനം ചെയ്തിരുന്ന് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു നിയമജ്ഞനാകണമെന്ന ജിഷയുടെ സ്വപ്നങ്ങൾ, ജീവിത ലക്ഷ്യം, ഇതൊക്കെയാണ് ഈ ക്രൂരൻ നിമിഷങ്ങൾ കൊണ്ട് ചവിട്ടി അരച്ചു കളഞ്ഞത്. 2016 ജിഷയുടെ മാതാവ് തുടങ്ങിയ നിയമ പോരാട്ടം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. പ്രതിയുടെ വധശിക്ഷ വൈകാതെ നടപ്പിലാക്കണമെന്നും തൻ്റെ മകൾ അനുഭവിച്ച വേദന കൊലയാളിയായ അമീറുൽ ഇസ്ലാം അനുഭവിക്കണമെന്നും കൊല്ലപ്പെട്ട ജിഷയുടെ മാതാവ് പ്രതികരിച്ചു. ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത, സാഹചര്യ തെളിവുകൾ മാത്രം പരിശോധിച്ചാണ് പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും ലഭ്യമായ തെളിവുകൾ കൃത്യമായി ശേഖരിച്ചു. ഏറ്റവും ശക്തമായി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസിന്റെ അന്വേഷണ പാടവത്തെ ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം തെളിയിച്ചിരിക്കുന്നു. ജിഷയുടെ വസ്ത്രത്തിലും ശരീരത്തിലും കൊലപാതകം നടന്ന വീട്ടിൽ നിന്നുമുള്ള പ്രതിയുടെ രക്തക്കറ, പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉമിനീരിൻ്റെ അംശം, ജിഷയുടെ വീടിനടുത്ത് നിന്ന് ലഭിച്ച പ്രതിയുടെ ചെരുപ്പ്, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി സാക്ഷി മൊഴികൾ, ഇതൊക്കെയാണ് നിർണായക തെളിവുകളായി മാറിയത്. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് S മനു എന്നിവരാണ് ഈ ക്രൂര കൊലപാതകയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.